കേന്ദ്രങ്ങൾ ആക്രമിച്ച് അമേരിക്ക. ഫോർദോ, നതാൻസ്, ഇസ്ഫാൻ കേന്ദ്രങ്ങളിൽ B-2 സ്റ്റെൽത്ത് ബോംബർ ഉപയോഗിച്ച് ആക്രമണം. ഇറാൻ ഭീകരരാഷ്ട്രമെന്നും വെല്ലുവിളി തുടർന്നാൽ ആക്രമണം കടുപ്പിക്കുമെന്നും ട്രംപ്. ഇസ്രയേലിലെ നഗരങ്ങളിലേക്ക് ഇറാന്റെ കനത്ത മിസൈൽ ആക്രമണം. ടെൽ-അവീവിലും ജെറുസലേമിലും സ്ഫോടന ശബ്ദങ്ങൾ. 16 പേർക്ക് പരിക്ക്. അമേരിക്കയുടേത് ധീരമായ ഇടപെടലെന്ന് ഇസ്രയേൽ. ചരിത്രം തിരുത്തുന്ന നിലപാടെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ആണവ കേന്ദ്രങ്ങൾ നേരത്തെ ഒഴിപ്പിച്ചിരുന്നുവെന്ന് ഇറാൻ. അടിയന്തര സുരക്ഷാ സമിതി ചേരണമെന്ന് UN-നോട് ഇറാൻ. ആക്രമണത്തെ അപലപിച്ച ഇറാൻ ആണവോർജ സമിതി. അപകടകരമായ നീക്കമെന്ന് UN അപലപിച്ച ലോകരാജ്യങ്ങൾ. സമരം ചെയ്യുന്ന ആശാപ്രവർത്തകരുടെ പ്രശ്നം കേൾക്കാൻ സർക്കാർ. പ്രശ്നം പഠിക്കാൻ രൂപീകരിച്ച കമ്മിറ്റി ആശമാരെ കേൾക്കും. യോഗം ഈ മാസം 30-ന് എല്ലാ ട്രേഡ് യൂണിയൻ പ്രവർത്തകരുമായും വിദഗ്ധ സമിതി ചർച്ച നടത്തും. സർക്കാർ കമ്മിറ്റിയെ വെച്ചത് വേതന വർധനവ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ പഠിക്കാൻ. ആശമാർക്ക് 3 മാസത്തെ ഓണറേറിയം മുൻകൂറായി അനുവദിച്ച സർക്കാർ. ഭാരതാംബ വിവാദത്തിൽ നിലപാട് കടുപ്പിച്ച് രാജ്ഭവനും സർക്കാരും. ഭാരതാംബ സങ്കല്പം മനസ്സിൽ കൂടുതൽ ശക്തമായത് അടിയന്തരാവസ്ഥക്കാലത്തെന്ന് ഗവർണർ. നിലപാട് വ്യക്തമാക്കി BJP മുഖപത്രത്തിൽ രാജേന്ദ്ര അർലേക്കറുടെ അഭിമുഖം. വിദ്യാഭ്യാസ മന്ത്രി ഇറങ്ങിപ്പോയതിൽ ഗവർണർ മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചേക്കും. മന്ത്രി V ശിവൻകുട്ടിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കി BJP. തൃശൂർ മാളയിൽ NSS പരിപാടിയിൽ മന്നത്ത് പത്മനാഭനൊപ്പം ഭാരതാംബ ചിത്രം വെച്ചതിൽ വിവാദം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ചിത്രത്തിന് അനുമതി നിഷേധിച്ചതിൽ വിമർശനം. നടപടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ. കഥാപാത്രങ്ങൾക്ക് ഹിന്ദു പേരിടാൻ പറ്റില്ല എന്നത് ഗുരുതര വിഷയം. ഫെഫ്ക പ്രത്യക്ഷ സമരത്തിലേക്ക്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നാളെ. വിജയപ്രതീക്ഷ കൈവിടാതെ മുന്നണികൾ. ഭരണവിരുദ്ധ വികാരം തുണയ്ക്കുമെന്ന UDF. വിജയസാധ്യത തള്ളാതെ LDF. 75,000 വോട്ടിന് ജയം നേടുമെന്ന PV അൻവർ. വോട്ടെണ്ണൽ ആരംഭിക്കുക രാവിലെ 8 മണിയോടെ. പഹൽഗാം ഭീകരാക്രമണത്തിൽ 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് ഭീകരവാദികളെ സഹായിച്ച പ്രദേശവാസികൾ. ആക്രമണത്തിന് മുൻപ് ഭീകരർക്ക് താമസവും ഭക്ഷണവും ഒരുക്കിക്കൊടുത്തെന്ന് NIA. ഭീകരർ ലഷ്കർ ബന്ധമുള്ള പാക് സ്വദേശികളെന്ന നിർണായക മൊഴി.